കേരള സർവകലാശാലയിൽ അസാധാരണമായ പ്രതിസന്ധിയാണ്. ക്യാമ്പസിൽ പ്രവേശിക്കരുതെന്ന നോട്ടീസ് അവഗണിച്ച് ജോലിയിൽ തുടരാനാണ് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ തീരുമാനം. VC പറയുന്നു രജിസ്ട്രാർ ഇങ്ങോട്ട് വരണ്ട. രജിസ്ട്രാർ പറയുന്നു അതെന്താ രജിസ്ട്രാറിന് വന്നാൽ സിൻഡിക്കേറ്റ് ആണല്ലോ തീരുമാനമെടുത്തത്. സിൻഡിക്കേറ്റിന്റെ തീരുമാനം റദ്ദാക്കാൻ രാജ്ഭവൻ നീക്കം നടത്തുന്നുണ്ട്. വിദേശത്ത് നിന്ന് തിരികെ എത്തിയ VC മോഹൻ കുന്നുമേൽ ഇന്ന് സർവകലാശാലയിലെത്തും. അതേസമയം ഗവർണർക്കും VCക്കുമെതിരെ സമരം കടുപ്പിക്കുകയാണ് ഇടത് സംഘടനകൾ. ഇന്ന് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്നുണ്ട്. ഗോപാൽ ശിലാസനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. അസാധാരണമായ പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ. ഇന്നിപ്പോൾ രജിസ്ട്രാർ ഡ്യൂട്ടിക്ക് എത്തുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് VC എതിർത്തിട്ടുണ്ട്. അപ്പോൾ VCയുടെ എതിർപ്പ് വകവയ്ക്കാതെ രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്ന് സർവകലാശാലയിൽ എത്തുമോ? രണ്ടാമത്തത്, താൽക്കാലിക VCയായ മോഹൻ കുന്നുമേൽ ഇന്ന് വിദേശത്ത് നിന്ന് തിരിച്ച് സർവകലാശാലയിൽ വരുന്നുണ്ട്. VCയെ സർവകലാശാലയ്ക്കുള്ളിൽ SFI പ്രവർത്തകർ പ്രവേശിപ്പിക്കുമോ? വലിയ രീതിയിലുള്ള മാർച്ചൊക്കെയാണോ ഇപ്പോൾ SFI ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സംഘർഷഭരിതമാകുമോ ഇന്നും സർവകലാശാല ആസ്ഥാനം? ഡോക്ടർ അനിൽകുമാർ, സർവകലാശാല രൂപം കൊണ്ട കാലം തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം പ്രതിസന്ധി എന്നതിനപ്പുറത്തേക്ക് സാങ്കേതികവും രാഷ്ട്രീയവുമായിട്ടുള്ള പല പല പ്രശ്നങ്ങൾ സർവകലാശാല ഇപ്പോൾ ഉലയ്ക്കുകയാണ്. ഇന്ന് സർവകലാശാല ആസ്ഥാനവും തിരുവനന്തപുരവും സംഘർഷഭരിതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ റഷ്യൻ സന്ദർശനം കഴിഞ്ഞ ദിവസം ചുമതലയേറ്റിരുന്നു. അദ്ദേഹം സാങ്കേതികമായി ചുമതലയേറ്റിരുന്നുവെങ്കിലും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും തരത്തിലേക്കുള്ള സുരക്ഷാ പ്രശ്നമുണ്ട്, എത്തരുത് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം മൂലം വരാതിരിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈസ് ചാൻസലർക്കെതിരെ വലിയ പ്രതിഷേധം അഴിച്ചുവിടാനാണ് SFIയുടെയും DYFIയുടെയും അടക്കമുള്ള ഇടത് സംഘടനകളുടെ തീരുമാനം. മറുവശത്ത് സർവകലാശാല വളപ്പിൽ പോലും പ്രവേശിക്കരുത് എന്ന കർശന താക്കീതാണ് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് VC മോഹനൻ കുന്നുമ്മൽ നൽകിയത്. കാരണം അത് സസ്പെൻഷനിൽ തുടരുന്ന രജിസ്ട്രാറാണ് ഡോക്ടർ KS അനിൽകുമാർ. അദ്ദേഹത്തിന് സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കാനോ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കാനോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലും കയറുവാനോ അർഹതയില്ല എന്നാണ് VCയുടെ നിലപാട്. എന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് സിൻഡിക്കേറ്റും നിലപാടെടുക്കുന്നു. സിൻഡിക്കേറ്റിൻ്റെ പിന്തുണയോടുകൂടി ഇന്ന് താൻ ജോലിയിൽ പ്രവേശിക്കുമെന്നും ജോലിയിൽ തുടരുമെന്നും എല്ലാ ചുമതലകളും കൈകാര്യം ചെയ്യും, എല്ലാ ഫയലുകളും കൈകാര്യം ചെയ്യുമെന്ന കർശന നിലപാടിൽ അനിൽകുമാറും നിൽക്കുമ്പോൾ അങ്ങേയറ്റം പ്രതിസന്ധി, അങ്ങേയറ്റം മറ്റൊരു അസാധാരണ സാഹചര്യം സർവകലാശാലയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നത്. മറുവശത്ത് ചാൻസലർക്ക് ഒരു റിപ്പോർട്ട് VC സിസ തോമസ് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. പ്രതിഷേധത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് SFIയുടെ സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്ക് സമരമാണ്. കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്തുണ്ടായ സംഘർഷത്തിലും SFI സംസ്ഥാന സെക്രട്ടറി അടക്കം 30ഓളം പ്രവർത്തകരെ ജയിലിൽ അടച്ചതിലും പ്രതിഷേധിച്ചാണ് ഇന്ന് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാജ്ഭവനിലേക്ക് ഒരു വലിയ മാർച്ച് കൂടി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് SFI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സർവകലാശാല ആസ്ഥാനത്തേക്കായിരുന്നെങ്കിൽ ഇന്ന് രാജ്ഭവനിലേക്കാണ് SFIയുടെ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെ നേരിടാൻ വലിയ സന്നാഹം പോലീസും ഒരുക്കുന്നുണ്ട്. DYFIയുടെ നേതൃത്വത്തിലും ഇന്ന് പ്രതിഷേധം ഇന്ന് അലയടിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്തേക്കാണ് DYFIയുടെ ഇന്നത്തെ മാർച്ച്. ഓക്കെ, താങ്ക് യു ഗോപാൽ. നമുക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാം. വിവിധ ക്യാമറകളിലൂടെ നമുക്ക് ആ പ്രതിഷേധം കഴിഞ്ഞ തവണ കണ്ടതുപോലെ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ SFI കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് VC മോഹൻ കുന്നുമേൽ ഇന്ന് സർവകലാശാലയിൽ എത്തുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് അറിയുന്നത്. DYFI കൂടി സമരത്തിൽ അണിചേരുന്നതോടുകൂടി ഇനി എന്താകുമെന്ന് കണ്ടറിയാം. നമുക്ക് കാത്തിരുന്ന് നോക്കാം. എന്തായാലും VC വിദ്യാർത്ഥികളുമായിട്ട് ഇങ്ങനെ ഗുസ്തി പിടിക്കുമ്പോൾ സർവകലാശാലയുടെ അക്കാദമികമായിട്ടുള്ള കാര്യങ്ങൾ അത് തകരാറിലാവുന്നു എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും ഇതേപോലെ താൽക്കാലിക VCമാരാണ് ഇപ്പോൾ ഉള്ളത്. അതും നമ്മുടെ അക്കാദമിക അന്തരീക്ഷത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്.